നമസ്കാരം. ശ്രീജിത്തെ, ഞാനിപ്പം പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിന്നൊരു രാജ്യം ബംഗ്ലാദേശാണ്. അവിടുത്തെ പുതിയ തീരുമാനങ്ങൾ ഇന്ത്യ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ അവിടെ ജഡ്ജിമാരെ നിയമിക്കാൻ പോയ ഒരു തീരുമാനം അത് റദ്ദാക്കിയതിനെക്കുറിച്ച് വാർത്തകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തുടക്കത്തിൽ തന്നെ 1971 ആ രാജ്യം അന്ന് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനുമായിരുന്നല്ലോ. അങ്ങനെ രണ്ട് രാജ്യങ്ങളായിരുന്നു. പിന്നീട് ഈ പാകിസ്ഥാന്റെ തന്നെ ആ രാജ്യത്ത് ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും ആകുമ്പോഴും ഈ ലാഹോർ, അഹമ്മദാബാദ് വരുന്ന ഇന്ത്യയുടെ ഗുജറാത്ത് മേഖലയുടെ ആ പ്രദേശമാണല്ലോ ഇപ്പോഴുള്ള പാകിസ്ഥാൻ. ആ പ്രദേശത്തായിരുന്നു വലിയ രീതിയിൽ സൈനികരും അതോടൊപ്പം തന്നെ ഭരണാധികാരികളെല്ലാം കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഈ ബംഗ്ലാദേശ് മേഖല, ബംഗാളിന് സമീപമുള്ള മേഖലയിൽ വലിയ ശ്രദ്ധ ചെലുത്തുവാൻ ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അതിന്റെ ഭാഗമായാണ് അന്ന് 1971 വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധം അവർ സൈനികരെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തെ അന്ന് ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് ആയിരുന്നു അന്ന് അധികാരത്തിലിരുന്നത്. അന്ന് അവരുടെ ആ ഇന്ത്യയുടെ സഹായത്തോടു കൂടി തന്നെ സൈനികർ അങ്ങോട്ട് കടന്നു കയറി ആ ഒരു പുതിയൊരു ഗവൺമെന്റിനെ രൂപീകരിച്ചു. പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ നിന്ന് തുരത്തി. ആ സ്നേഹം ആ കാലം മുതൽ തന്നെ ഇന്ത്യയോട്, പ്രത്യേകിച്ചും ഇന്ത്യൻ സർക്കാരുകളോട് ബംഗ്ലാദേശിന് ഉണ്ടായിരുന്നു. ഇന്ത്യ അറിയാമല്ലോ, ഇന്ത്യ എപ്പോഴും സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പൊതുവെ അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അഥവാ നേപ്പാൾ ആയാലും, മ്യാൻമാർ ആയാലും, ഭൂട്ടാൻ ആയാലും, ശ്രീലങ്ക ആയാലും, അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശ് ആയാലും. പാകിസ്ഥാനുമായി നാം വർഷങ്ങളായി തന്നെ ശത്രുതയിലുണ്ട്. അതോടൊപ്പം തന്നെ ചൈനയുമായി ഇന്ത്യ സൗഹൃദ വലിയ രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. നെഹ്റുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, ചൈന ബായ് ബായ് അല്ലെ, ചൈന ഇന്ത്യ ബായ് ബായ് എന്ന പ്രസ്താവനയും മുദ്രാവാക്യങ്ങളുമായി അന്ന് സർക്കാരിലുള്ളവർ തന്നെ, നേതൃത്വം തന്നെ രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷേ പിന്നീട് ചൈനയുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. അത് ഇപ്പോഴും തുടരുകയാണ്. കാരണം ചൈന എപ്പോഴും അധിനിവേശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. മറ്റു രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ കീഴടക്കുക, അവിടെ ആധിപത്യം ഉണ്ടാക്കുക എന്നത് ചൈനയുടെ പൊതു സ്വഭാവമാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ഇന്ത്യയുമായി 1964 സമയത്ത് ആ യുദ്ധം ഉണ്ടാകുന്നത്. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ പാകിസ്ഥാനുമായും അതോടൊപ്പം തന്നെ ചൈനയുമായി ഇന്ത്യ വലിയ ബന്ധത്തിലല്ല, മറിച്ച് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായും നല്ല ബന്ധം സൂക്ഷിച്ചു വരുന്നതിനിടയിലായിരുന്നു ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെല്ലാം പറയുമ്പോഴും അവിടെ പൊതുവെ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം പതിവാണ്. സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് 22% ബംഗ്ലാദേശികൾ ഹിന്ദുക്കളായിരുന്നു. അവിടുന്ന് ചുരുങ്ങി ഇപ്പോൾ 8% വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അവിടുത്തെ എത്രത്തോളം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊന്നും ഇടപെടോട്ടെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ മറ്റ് രാജ്യങ്ങളിൽ പോയ ഇന്ത്യക്കാർക്ക് സംരക്ഷണം നൽകാൻ ഇന്ത്യ ബാധ്യസ്ഥമാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വളരെ നല്ല ഇടപെടലുകളാണ് മറ്റു രാജ്യങ്ങളിൽ. ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പൗരന്മാർ നേരിടുന്ന ആക്രമണത്തെക്കുറിച്ച് അറിയാമല്ലോ. അതുപോലെ തന്നെ ബംഗ്ലാദേശിലും ഹിന്ദുക്കൾ നേരിടുന്ന ആ ഒരു വിഷയത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടാണ് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക, പ്രതീക്ഷ അർപ്പിക്കുന്നത് ഇന്ത്യക്കാർക്ക്, ജനങ്ങൾക്ക്, ലോകത്ത് മൊത്തം. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഭരണം വന്ന ശേഷം, നരേന്ദ്രമോദി നേതൃത്വത്തിൽ വന്ന ശേഷം ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇന്ത്യയുടെ തീരുമാനങ്ങളാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യങ്ങളുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന്, ഏറ്റവും കൂടുതൽ നയതന്ത്ര ബന്ധങ്ങളൊക്കെ വരുന്നതിനുള്ള കാരണമായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ മുൻനിർത്തി അവിടെ ഉണ്ടായ ഭരണമാറ്റം, അവിടുത്തെ കോലാഹലങ്ങളെല്ലാം ഇപ്പോൾ നിലവിലെ ഈ വാർത്തയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടാം? അതാണ് സൂചിപ്പിച്ചു വരുന്നത്. കാരണം ആ പ്രക്ഷോഭത്തിന് ശേഷമാണ് ഷെയ്ഖ് ഹസീനയുമായി, അതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്, ആ ഇന്ത്യയും ബംഗ്ലാദേശുമായി നല്ല സൗഹൃദത്തിലായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ സമയത്താലും ഞാൻ പറഞ്ഞു, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ പതിവായിരുന്നെങ്കിലും ഷെയ്ഖ് ഹസീനയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു. പിന്നീടായിരുന്നു ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം. അതുണ്ടായത് തന്നെ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട സംവരണത്തിന്റെ ഒരു കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, ഷെയ്ഖ് ഹസീനയുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല. അത് ഒരു കോടതി വിധി ഉണ്ടാകുന്നു, ആ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിദ്യാർത്ഥികൾ രംഗത്ത് വരികയും ആ സർക്കാരിനെ അവിടെ വീഴ്ത്തുകയും പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഭരണരീതിക്രമങ്ങൾ അവിടെ ഉണ്ടായിട്ട് ആ സംവരണ പ്രക്ഷോഭം പിന്നീട് എന്താണ് മാറ്റം ഉണ്ടായത്? അത് ഹിന്ദു വേട്ടയായി മാറുന്നു. ബുദ്ധമതവും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ
മതത്തിലുമായി ബന്ധപ്പെട്ട് ആക്രമണങ്ങളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ആഭ്യന്തര കലാപമായി. അതെ, ആഭ്യന്തര കലാപമായി മാറിയിട്ട് ഇതിലേറ്റവും അതിനുശേഷമാണ് അപ്പോൾ ഇന്ത്യ ഇതിൽ ഇടപെടുകയാണ്. ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദേശകാര്യ സെക്രട്ടറി തന്നെ അങ്ങോട്ട് നേരിട്ടെത്തി സന്ദർശനം നടത്തിയതിന് പിന്നാലെ ബംഗ്ലാദേശ് പറയുന്നത് ഇത് തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അല്ലാതെ ഇന്ത്യക്ക് ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ലെന്ന പ്രസ്താവന വരികയാണ്. അതുതൊട്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശുമായുള്ള തർക്കം രൂക്ഷമാകുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് യൂനിസിന്റെ ഒരു വലങ്കയായ ഒരു യുവാവും ഇത്തരത്തിലൊരു ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നു. അദ്ദേഹം പറയുന്നത് ബീഹാറും അതോടൊപ്പം തന്നെ ബംഗാൾ, ഒറീസ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗത്ത് കൂട്ടിച്ചേർക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരു ചെറിയ രാജ്യമാണ് ഇന്ത്യ വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് പോകുന്നത്. അപ്പോഴേക്കും വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് അതിൽ നോ കമന്റ്സ് ആണെന്നാണ്. കാരണം അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ചെറിയൊരു രാജ്യം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തെ വെല്ലുവിളിക്കുക എന്നത് ഇന്ത്യ തന്നെ തമാശ രൂപേണ എടുത്തിട്ടുള്ളൂ. ആ പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത് ജഡ്ജിമാരുമായി ബന്ധപ്പെട്ടാണ്. കാരണം മുൻപും ഇത്തരത്തിൽ അവിടെ നിന്നും, കാരണം ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് സാമ്പത്തികമായും. ഞാൻ ചരിത്രം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 1971 ആ രാജ്യം രൂപീകരിച്ചത് തന്നെ ഇന്ത്യയുടെ സൈനിക സഹായം കൊണ്ടാണ്. പിന്നീട് സാമ്പത്തികമായും മറ്റ് തൊഴിൽ രീതികളിലായാലും, കാരണം ബംഗ്ലാദേശിൽ നിന്ന് വലിയ ജനങ്ങൾ ഇനി ഇന്ത്യയിലേക്ക് എത്തി അവിടെ താമസിച്ച് ജോലി ചെയ്ത് തൊഴിലെടുത്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ രാജ്യത്തെ നീതിപീഠവുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാർക്ക് ഇന്ത്യയിൽ എത്തിച്ച് ഈ കോഴ്സുകൾ പരിശീലനം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഇത്തരത്തിലുള്ള പരിശീലനം നൽകി വരുന്നത്. ആ പരിശീലനത്തിന്റെ ഭാഗമായാണ് 50 പേരെ മധ്യപ്രദേശിൽ എത്തിച്ച് ഇത്തരം പരിശീലനം നടത്തുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലല്ലാത്തത് കൊണ്ട് അത് റദ്ദാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാര്യം. കാരണം ഇപ്പോൾ എന്തായാലും ബംഗ്ലാദേശ് ഇന്ത്യയുമായി പൂർണ്ണമായി തന്നെ അകന്ന ഒരു അവസ്ഥയാണുള്ളത്. അതാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ ചില പ്രസ്താവനകളാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം മറ്റൊരു രാജ്യത്തെ, കാരണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കൃത്യമായ കരാറുകളുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ മുൻപ് തന്നെ പരിഹരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിർത്തി പ്രശ്നം പരിഹരിക്കാനായി ഇന്ത്യയുടെ ചില ഭൂപ്രദേശങ്ങൾ ബംഗ്ലാദേശിന് വിട്ടു നൽകിയിട്ടുണ്ട് കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തോടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പണ്ട് അവർ സമരം ചെയ്ത് അവിടെ നിന്ന് ഓടിച്ചു വിട്ട പാകിസ്ഥാൻ അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉൾത്തിരിച്ചു വരാൻ ഇവർ ശ്രമം നടത്തുന്നുണ്ട്. കാരണം 2 ആഴ്ച മുമ്പായിരുന്നു, ഡിസംബർ 21 ആ ദിവസമായിരുന്നു കറാച്ചിയിൽ നിന്നുള്ള ഒരു പടക്കപ്പൽ ചിറ്റഗോം പ്രദേശത്ത് വരികയും ആ പ്രദേശത്ത് നിന്നുള്ള ചില ഒരു പാർട്ടി പ്രവർത്തകർ, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകർ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ആ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ആ സ്ഫോടക വസ്തുക്കളായിരുന്നു. അങ്ങനെ അത് അപ്പോഴും ഈ പാർട്ടി പ്രവർത്തകർ പറയുന്നത്, ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി പ്രവർത്തകർ പറയുന്നത് കൃത്യമായി തന്നെ ഇത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുള്ള സ്ഫോടക വസ്തുക്കളാണ്. കാരണം ഇന്ത്യയുടെ ശത്രു എപ്പോഴും പാകിസ്ഥാനാണ്. അപ്പൊ ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും മുൻപും നടത്തിയിട്ടുള്ള പാകിസ്ഥാനാണ്. ഇപ്പോൾ അവർക്ക് ബംഗ്ലാദേശിലൂടെ തന്നെ ഒരു അവസരം വന്നിരിക്കുകയാണ്. എന്തായാലും ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ഉള്ള തർക്കങ്ങൾ രൂക്ഷമാകുകയാണ്. എന്തായാലും നല്ല ബന്ധമല്ല ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഈ ജഡ്ജിമാരുമായി ബന്ധപ്പെട്ട വിവാദം. അവരെ പരിശീലനത്തിന് അയക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ബംഗ്ലാദേശ് എത്തിച്ചേർന്നിരിക്കുകയാണ്.